അപ്പോൾ തന്നെ നമുക്കറിയാം, ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ ഒറ്റ കാരണം കൊണ്ടാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടത്. അതും നമുക്ക് ഓർമ്മയുണ്ട്, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പല പ്രാവശ്യം വാൺ ചെയ്ത ശേഷമാണ് SITയുടെ പ്രവർത്തനം ആരംഭിച്ചത്. പക്ഷേ ഇന്നലെ അതേ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് എന്തൊരു നാടാണ്, അബദ്ധങ്ങളുടെ നാട്, അസംബന്ധങ്ങളുടെ നാടെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വരെ നിരീക്ഷിക്കേണ്ട സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് തന്ത്രിയായാലും മന്ത്രിയായാലും നിയമദൃഷ്ട്യാ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് സന്യാസിമാരുടെ ഒറ്റക്കെട്ടായിട്ടുള്ള അഭിപ്രായം. പക്ഷെ അതേ സമയത്ത് നമ്മുടെ ഭരണഘടനാദത്തമായ തുല്യനീതി എന്നുള്ള ഒരു നയം പോലും നിഷേധിക്കപ്പെടുക. ഉദാഹരണം പറഞ്ഞാൽ, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തത് രഹസ്യമായിട്ടാണ്. തന്ത്രിയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ വന്നു തന്ത്രി SIT കസ്റ്റഡിയിലായി എന്ന്. അപ്പോൾ ഒന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ട് ചെയ്യുകയും ഒന്ന് പ്രൈവറ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇരട്ടത്താപ്പ് നമ്മൾ കാണുക. ഇത് വ്യാകുലപ്പെടുത്തുന്നതാണ്, ഇതിനെതിരെ ശബ്ദിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ നമ്മൾ തന്ത്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നോ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്നോ നമ്മൾ പറയുന്നില്ല, അറിയില്ല. അത് വിശദമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട വിഷയമാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. പക്ഷേ അവിടെ വേറെ രണ്ട് ചോദ്യങ്ങളുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു ക്ഷേത്രമായ ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് പവറോ മാനേജീരിയൽ പവറോ തന്ത്രിക്കില്ല. നിയമദൃഷ്ട്യ മാനേജീരിയൽ പവറില്ല, അഡ്മിനിസ്ട്രേറ്റീവ് പവറില്ല. അഡ്മിനിസ്ട്രേറ്റീവ് പവറും മാനേജീരിയൽ പവറും ഉള്ളവരും ശിക്ഷിക്കപ്പെടാതെ നിൽക്കുന്നു. മാനേജീരിയൽ പവറാണ് ദേവസ്വം മിനിസ്റ്റർക്കുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇത് രണ്ടും ഉണ്ടായിരിക്കെ അവർ ശിക്ഷിക്കപ്പെടാതെ നിൽക്കുന്നു. തന്ത്രി ശിക്ഷിക്കപ്പെടുന്നു, അഥവാ ശിക്ഷയ്ക്ക് സമാനമായ അവസ്ഥയെ നേരിടുന്നു. അത്രയ്ക്കധികം ഇമേജ് ടാർണിഷിങ് നടക്കുകയാണ്. ഏറ്റവും നമ്മൾ രസകരമായി കാണുന്നത്, അതേ കുറ്റക്കാരനാണെന്ന് സമൂഹം വിധിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം നടക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നത് ഒരു ഘടകം മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ സംജാതമായതുകൊണ്ടാണ് നമ്മൾ നിഷ്പക്ഷമായി ഒരന്വേഷണം നടക്കണം. ഇപ്പോൾ അന്വേഷണം നിഷ്പക്ഷമാണെന്ന് കരുതാൻ പറ്റുന്നില്ല. ഈ ആലോചന മാർഗദർശക് മണ്ഡൽ ചെയ്തത് മിനിയാന്ന് രാത്രിയാണെങ്കിൽ, ഇന്നലെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അസംബന്ധങ്ങളുടെ നാട്, SITയുടെ അന്വേഷണത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി കഴിഞ്ഞു ബഹുമാനപ്പെട്ട ഹൈക്കോടതി. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നുള്ള ഒരു നിലപാടാണ് നമുക്കുള്ളത്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയെ കാണുകയുണ്ടായി, മാർഗദർശക് മണ്ഡൽ ആഭ്യന്തരമന്ത്രിയെ കാണുകയുണ്ടായി. അദ്ദേഹം അതിൽ പ്രത്യേകിച്ചൊന്നും മന്ത്രി എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടില്ല, ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ സന്യാസിമാർക്ക് പറയാനുള്ളത് മുഴുവൻ അനുഭാവപൂർവ്വം കേൾക്കുകയും ഒക്കെ ചെയ്തൊരു അന്തരീക്ഷത്തിലാണുള്ളത്.